ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ വീഡിയോ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജോൺ സ്റ്റഫ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. സോ പ്രീവിയസ് ക്ലാസ് വരെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റിൻ്റെ നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓരോ ഐറ്റവും എന്താണ്, ഓരോ ഐറ്റവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻസും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മീനിങ് എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയാസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് മാത്രം ഈ ഒരു ന്യൂ ഏരിയയിലേക്ക് വന്നാൽ മതി. വീഡിയോ പാർട്ട് വാച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഓൾറെഡി മീറ്റിൽ നമ്മൾ പറഞ്ഞതാണ് ഓരോ ഐറ്റംസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത്, ഓരോ ഹെഡിൻ്റെയും അണ്ടറിൽ ഏതൊക്കെ ഐറ്റംസ് വരുന്നുള്ളതും മീറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നോക്കാം, ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. മുമ്പ് പറഞ്ഞതുപോലെ ഒരു ജോൺ സ്റ്റഫ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വെർട്ടിക്കൽ ഫോമിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഫോം ഓഫ് ബാലൻസ് ഷീറ്റ്, നെയിം ഓഫ് ദ കമ്പനി, ബാലൻസ് ഷീറ്റ് ആസെറ്റ്. ഓക്കെ, കമ്പനിയുടെ നെയിം എഴുതുക, ബാലൻസ് ഷീറ്റ് ഡേറ്റും ഇയർ എൻഡിങ് എപ്പോഴാണോ ആ ഡേറ്റും എഴുതുക. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം നോട്ട് നമ്പർ, തേർഡ് കോളം ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയർ. അതായത് ഈ വർഷത്തെ എമൗണ്ട് എഴുതാനുള്ള കോളമാണിത്. ഈ കറണ്ട് ഇയർ ഏത് വർഷത്തെ ബാലൻസ് ഷീറ്റാണോ തയ്യാറാക്കുന്നത് ആ വർഷത്തെ എമൗണ്ട്സ് റെക്കോർഡ് ചെയ്യാനാണ്, ആ വർഷത്തെ എൻഡിലെ എമൗണ്ട് റെക്കോർഡ് ചെയ്യാനാണ് തേർഡ് കോളം ഉള്ളത്. ദെൻ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. ഏത് വർഷമാണോ തയ്യാറാക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട്സ് റെക്കോർഡ് ചെയ്യാനാണ് ഫോർത്ത് കോളം ഉള്ളത്. ഓക്കെ. ഫസ്റ്റ് സെക്ഷൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അസറ്റ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ആദ്യം എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അസറ്റ്സ് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. വെദർ ഇറ്റ് ഈസ് സോ ഫസ്റ്റ് വൺ ദ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിലെ ആദ്യത്തെ സെക്ഷൻ ഇക്വിറ്റി. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഒരു സെക്ഷനായിട്ടും ലയബിലിറ്റീസ് വേറൊരു സെക്ഷനായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഇക്വിറ്റി. ഇക്വിറ്റീൻ്റെ അണ്ടറിൽ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റി. ഓക്കെ, ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൽ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലും റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ അതർ ഇക്വിറ്റിയും റെക്കോർഡ് ചെയ്യണം. ഈ മെയിൻ ഹെഡിലെ സബ് ഹെഡുകളായിട്ടാണ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റിയും വരുന്നത്. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഷെയർ ക്യാപിറ്റൽ, ഓണേഴ്സ്, കമ്പനിയിലെ ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലാണ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്രയാണ് ഷെയർ ക്യാപിറ്റൽ വന്നിരിക്കുന്നത് ആ എമൗണ്ട് എഴുതുക. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് ഒക്കെ തയ്യാറാക്കും. ഇപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കിയിട്ട് അവിടെ നിന്ന് എമൗണ്ട് എടുത്തിട്ടാണ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാറ്. നമ്മൾ വർക്കിംഗ് നോട്ടൊക്കെ പോലെ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ജോൺ സ്റ്റഫ് കമ്പനിയിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സും ഒപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കുന്നു. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ നമ്മൾ തയ്യാറാക്കുന്നത് ഡയറക്റ്റായിട്ട് എമൗണ്ട് തരണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇനി പല ഓരോരോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർസ് ഒക്കെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സ് ഒക്കെ തയ്യാറാക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് നോട്ട് നമ്പർ ഉണ്ടെങ്കിൽ നോട്ട് നമ്പർ റെക്കോർഡ് ചെയ്യുക. ആദ്യത്തെ നോട്ടാണെങ്കിൽ ആദ്യത്തെ നോട്ട് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ കറണ്ട് ഇയറിലെ എമൗണ്ട് എഴുതുന്നു. ഈ പ്രീവിയസ് ഇയറിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം പ്രീവിയസ് ഇയറിൽ എഴുതുക കേട്ടോ. തരാത്ത സാഹചര്യത്തിൽ നമുക്ക് കറണ്ട് ഇയറിൽ മാത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുന്നു. ഇനി അതർ ഇക്വിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് എന്താ റെക്കോർഡ് ചെയ്യുക? റിസോഴ്സ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റൽ അല്ലാതെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ള റിസോഴ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, റിസോഴ്സ് ആൻഡ് വേരിയസ് ആയിട്ടുള്ള റിസോഴ്സ് ആൻഡ് സർപ്ലസ് ആണ് അതർ ഇക്വിറ്റിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പ് ഓഫ് റിസർവുകളും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് റിസർവിന് ഐഡൻറ്റിഫൈ ചെയ്യുക? ആ റിസർവ്സ് ആണ് മെയിനായിട്ട് അതർ ഇക്വിറ്റീൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, സോ നോട്ട് തയ്യാറാക്കുക. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരുപാട് റിസർവ്സ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട്സ് തയ്യാറാക്കുന്നു, നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കുന്നു. അതിനുശേഷം നേരെ ഇവിടെ നോട്ട് നമ്പർ, അത് എത്രാമത്തെയാണ് നോട്ട് നമ്പർ തയ്യാറാക്കുന്ന ആ നോട്ട് നമ്പർ എഴുതുന്നു. എന്നിട്ടേ എമൗണ്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് അതർ ഇക്വിറ്റിക്ക് രണ്ടാമത്തെ നോട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നോട്ട് നമ്പർ 2 എന്ന് എഴുതുന്നു, 2 എന്ന് എഴുതുന്നു. എമൗണ്ട് എത്രയാണോ എമൗണ്ട് നമ്മൾ ഇവിടെ എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഒപ്പം എന്ത് ചെയ്യണം? നോട്ട്സ് ടു അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകണം. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിലെ ഇക്വിറ്റിയിലാണ്
രണ്ട് ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നത്. ഒന്ന് ഷെയർ ക്യാപിറ്റലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതർ ഇക്വിറ്റിയും. ഇനി ലാബിലിറ്റി സൈഡാണ്, ലാബിലിറ്റി സെക്ഷൻ. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസിൽ ലാബിലിറ്റി സെക്ഷനാണ്. ലാബിലിറ്റീസിനെ നോൺ കറണ്ട് ലാബിലിറ്റി എന്നും കറണ്ട് ലാബിലിറ്റി എന്നും രണ്ടായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ലോങ് ടേം ലാബിലിറ്റീസ്, ദെൻ കറണ്ട് ലാബിലിറ്റീസ്, ഷോർട്ട് ടേം ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലാബിലിറ്റീസ്. സോ നോൺ കറണ്ട് ലാബിലിറ്റീസിൻ്റെ അണ്ടറിൽ ആദ്യം വരുന്നത് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ്. ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ആ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? ബോറോയിങ്സ് ആവാം, ട്രേഡ് പേയബിൾസ് ആവാം, അതർ ഫിനാൻഷ്യൽ ലാബിലിറ്റീസും ആവാം. ഓക്കെ, അപ്പോൾ ഇത് ഏത് കാറ്റഗറി വേണമെങ്കിലും ആവാം. എന്താണ് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് എന്ന് പറയുക? നോൺ കറണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കി വെക്കണം, ലോങ് ടേം ആണ്. ദാറ്റ് മീൻസ് ഒരു വർഷത്തിന് ശേഷം സെറ്റിൽ ചെയ്യുന്ന വേരിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ്. ഓക്കെ, 1 ഇയറിന് ശേഷമേ, അതായത് 12 മാസത്തിന് ശേഷമേ ഈ ലാബിലിറ്റീസ് സെറ്റിൽ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ബോറോയിങ്സ്, കമ്പനി നടത്തുന്ന വേരിയസ് ആയിട്ടുള്ള ബോറോയിങ്സ്, അതേപോലെ തന്നെ ട്രേഡ് പേയബിൾസ് 12 മന്ത്സ്, ആഫ്റ്റർ 12 മന്ത്സിന് ശേഷം സെറ്റിൽ ചെയ്യുന്ന ട്രേഡ് പേയബിൾസ്. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ തേർഡ് സെക്ഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ ലാബിലിറ്റീസിന് തന്നെ വീണ്ടും 3 സബായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബോറോയിങ്സ്, അപ്പോൾ കമ്പനി എവിടെ നിന്ന് വേണമെങ്കിലും ബോറോയിങ്സ് എടുക്കാം അല്ലേ? വേരിയസ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു കമ്പനി, അല്ലെങ്കിൽ ലോണുകൾ എടുക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിലാണ് വരിക? ബോറോയിങ്സിൻ്റെ അണ്ടറിലാണ് വരിക ഓരോരോ ഐറ്റംസും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ട്രേഡ് പേയബിൾസ്, ആ ട്രേഡ് പേയബിൾസ് കമ്പനി പേയ്മെൻറ്റ് നടത്തുന്നത് 12 മാസത്തിന് ശേഷം എന്ന് മാത്രം. ഓക്കെ, സപ്ലയേഴ്സ് കമ്പനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗുഡ്സുകൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ കമ്പനി ആ ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ആഫ്റ്റർ 1 ഇയർ 12 മന്ത്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നോൺ കറണ്ട് ട്രേഡ് പേയബിൾസിലേക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നോൺ കറണ്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ലോങ് ടേം ആവണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 12 മന്ത്സ് കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? സോ അതങ്ങനെ ട്രേഡ് പേയബിൾസ് ആഫ്റ്റർ 12 മന്ത്സ് വരികയാണെന്നുണ്ടെങ്കിൽ, അതിന് ശേഷം സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് പേയബിൾസിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് തേർഡ് സെക്ഷനിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലോങ് ടേം ആയിട്ടുള്ള പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ ടാക്സ് ലാബിലിറ്റി, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റീസ് റെക്കോർഡ് ചെയ്യുക. വേറെ ഏതെങ്കിലും നോൺ കറണ്ട് ലാബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നോൺ കറണ്ട് ലാബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ നോൺ കറണ്ട് ലാബിലിറ്റീസ്, ഫിനാൻഷ്യൽ ലാബിലിറ്റീസിൽ 3 ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ വീണ്ടും പ്രൊവിഷൻസ്, ഡിഫേർഡ് ടാക്സ് ലാബിലിറ്റീസ്, അതർ നോൺ കറണ്ട് ലാബിലിറ്റീസ്. ഓക്കെ, സോ ഇതിൻ്റെ അണ്ടറിലൊക്കെ എന്തൊക്കെ വരിക എന്നുള്ളത് നമ്മൾ മീറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ നോട്ട്സും കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ഡൗട്ടുള്ളവർ റെഫർ ചെയ്യുക, നോട്ട്സും ഒപ്പം റെഫർ ചെയ്യുക കേട്ടോ. ദെൻ സെക്കൻഡ് ലാബിലിറ്റീസിൽ തന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് കറണ്ട് ലാബിലിറ്റീസ്. ഇപ്പോൾ നമ്മൾ ലോങ് ടേം ലാബിലിറ്റീസ് റെക്കോർഡ് ചെയ്തു. ഇനി കറണ്ട് ലാബിലിറ്റീസ്, കറണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലാബിലിറ്റീസ്. ഓക്കെ, കറണ്ട് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. കമ്പനി കറണ്ട് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആ ലാബിലിറ്റീസ് സെറ്റിൽ ചെയ്യുന്നത് വിത്തിൻ 1 ഇയർ 12 മന്ത്സിൻ്റെ ഉള്ളിൽ ലാബിലിറ്റീസ് സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നടത്തുക, ലാബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ ലാബിലിറ്റീസും വരും. കമ്പനി പലയിടത്തും ബോറോയിങ്സ് നടത്തിയിട്ടുണ്ടാവും അല്ലേ? അത് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ബോറോയിങ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ട്രേഡ് പേയബിൾസ് ഉണ്ടാവും. സപ്ലയേഴ്സ് കമ്പനിക്ക് ഗുഡ്സ് കൊടുത്തിട്ടുണ്ടാവും. കമ്പനി അത് സെറ്റിൽ ചെയ്യുന്നത്, ആ ഗുഡ്സിൻ്റെ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് വിത്തിൻ 1 ഇയർ. ഓക്കെ, ആ സെറ്റിൽ ചെയ്യുന്നതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് വിത്തിൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ആയിരിക്കും. നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഇസ് ട്രേഡ് പേയബിൾസ്. ഇനി വേറെ ഏതെങ്കിലും ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതാണ് തേർഡിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, അതർ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അതർ കറണ്ട് കേട്ടോ, കറണ്ട് ഫിനാൻഷ്യൽ ലാബിലിറ്റിയാണ്. അപ്പോൾ നോൺ കറണ്ടും നമ്മൾ മാറിപ്പോകരുത്. ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് നേരെ നോൺ കറണ്ട് ലാബിലിറ്റീസിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതേസമയം കറണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ലാബിലിറ്റീസാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആൻഡ് 3 സബ് ക്ലാസിഫിക്കേഷൻ. അതിനുശേഷം വേറെ ഏതെങ്കിലും അതർ കറണ്ട് ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ പ്രൊവിഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, കറണ്ട് പ്രൊവിഷൻസ് റെക്കോർഡ് ചെയ്യുന്നു. കറണ്ട് ടാക്സ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് കറണ്ട് ലാബിലിറ്റീസ്. ഫിനാൻഷ്യൽ ലാബിലിറ്റീസിൽ 3 കേസസ് ഉണ്ട്, 3 സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദെൻ അതർ കറണ്ട് ലാബിലിറ്റീസ്, പ്രൊവിഷൻസ്, കറണ്ട് ടാക്സ് ലാബിലിറ്റീസ്. അതിനുശേഷം ഇക്വിറ്റിയും നമ്മൾ മുമ്പ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇക്വിറ്റിയും അതുപോലെ തന്നെ ഈ ലാബിലിറ്റീസ് എല്ലാം കൂടിയിട്ട് ടോട്ടൽ ചെയ്യുക. സോ ദാറ്റ് ഈസ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് കിട്ടുന്നു.
അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് നമ്പർ ഉണ്ടെങ്കിൽ നോട്ട് നമ്പർ ഓരോന്നിനും നോട്ട് തയ്യാറാക്കാന്നുണ്ടെങ്കിൽ നോട്ട് നമ്പറൊക്കെ ഇവിടെ എത്രയാണ് നോട്ട് നമ്പർ ആ ഓർഡറിൽ ഓരോന്നിൻ്റെ അവിടെയും നോട്ട് നമ്പറും എഴുതി പോകണം. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് എഫക്റ്റീവ് ആവും. മനസ്സിലായോ? ഇനി അടുത്തത് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് നോൺ കറണ്ട് അസറ്റും രണ്ടാമതെന്ന് പറയുന്നത് കറണ്ട് അസറ്റും. ഓക്കെ, അത് ഫസ്റ്റ് വൺ നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് ആദ്യത്തെ ഹെഡ് പ്രോപ്പർട്ടി ആൻഡ് പ്ലാന്റ് ആണ്. കമ്പനീൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ്, പ്ലാന്റുകൾ, അല്ലേ, ലാൻഡ്, ബിൽഡിങ്, അതേപോലെ തന്നെ വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഹെഡിങ്ങിലാണ്, ഈ സബ് ഹെഡിങ്ങിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യുന്നു അതിൽ. തേർഡ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലേ നമുക്ക് അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് ലാൻഡ്, വെദർ ഇറ്റ് ഈസ് ബിൽഡിംഗ് ഓർ ബോത്ത്, ഏതോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ. ഇനി ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഗുഡ് വിൽ റെക്കോർഡ് ചെയ്യുക. അതല്ലാതെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ്, വേരിയസ് ആയിട്ടുള്ള കമ്പനീൻ്റെ റൈറ്റുകളാണ് ഈ അതർ ഇൻടാഞ്ചിബിൾ അസറ്റിൽ വരുന്നത്. പാറ്റൻസ്, അതുപോലെ കമ്പനി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റെസിപ്പീസ്, മോഡൽസ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, ഇതെല്ലാം എവിടെ വരും? അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അസറ്റുകളും അങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സുകളും ഈ സെക്ഷനിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ദെൻ ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയറർ പ്ലാന്റ്. ബിയറർ പ്ലാന്റുകളല്ലാത്ത ബയോളജിക്കൽ അസറ്റ്സ്, ഫോർ എക്സാമ്പിൾ ബയോളജിക്കൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ലിവിങ് പ്ലാന്റുകൾ അല്ലെങ്കിൽ ലിവിങ് അനിമൽസ് ഒക്കെയാണ് ഈ ബയോളജിക്കൽ അസറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരിക. ഓക്കെ, ഷീപ്പ് അല്ലെ, ഫോർ എക്സാമ്പിൾ ഷീപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ കെയിൻ, അല്ലെങ്കിൽ ട്രീ ഇപ്പോൾ ഒരു ടീ ഫാക്ടറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന ടീ ബുഷസ്, ഇതൊക്കെ ബയോളജിക്കൽ അസറ്റിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള ബയോളജിക്കൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, മെയിനായിട്ട് പ്രോപ്പർട്ടി പ്ലാന്റ് ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഗുഡ് വില്ലും അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ. ഇനി ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് പോലെ ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ കാറ്റഗറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്പനി മറ്റുള്ള ഏതെങ്കിലും കമ്പനീസിൻ്റെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ, വേറെ ഏതെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ വേറെ ഏതെങ്കിലും കമ്പനീസിലെ ഷെയർസിലും അതുപോലെ അവർ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്സ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് അതാണ്. അപ്പോൾ കമ്പനി ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കമ്പനിക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിന് വേണ്ടിയിട്ടായിരിക്കും, വെദർ ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം? ഫിനാൻഷ്യൽ അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കാറ്റഗറൈസ് ചെയ്യണം. ഓക്കെ, ദെൻ ട്രേഡ് റെസീവബിൾസ്. ഫിനാൻഷ്യൽ അസറ്റ്സിലെ ട്രേഡ് റെസീവബിൾസ് ആണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കമ്പനി ഗുഡ്സ് ആൻഡ് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ടാവും. കസ്റ്റമേഴ്സ് പക്ഷേ പേയ്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ല. അവർക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ടൈം നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ 12 months. ഓക്കെ, 1 yearന് ശേഷം നമുക്ക് സെറ്റിൽ ചെയ്ത് കിട്ടുന്ന ട്രേഡ് റെസീവബിൾസിനെയാണ് എവിടെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ അസറ്റ് ട്രേഡ് റെസീവബിൾസിൽ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അവിടെ ലയബിലിറ്റിയുമായിട്ട് അതിനെ കൺഫ്യൂഷൻ ആവരുത്, ട്രേഡ് പേയബിൾസുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ട്രേഡ് റെസീവബിൾസ് ആണ് കമ്പനിക്ക് കിട്ടാനുള്ളതാണ്, കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. പക്ഷെ അത് കിട്ടുന്നത് കസ്റ്റമേഴ്സിന് നിന്ന് കിട്ടുന്നത് ആഫ്റ്റർ 12 months, ദാറ്റ് ഈസ് 1 year, 1 yearന് ശേഷം. ഓക്കെ, ദെൻ ലോൺസ്. ഇനി കമ്പനി ലോൺസ് കൊടുത്തിരിക്കുന്നു, അത് വേരിയസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളായിട്ടോ ആവാട്ടെ, എങ്ങനെയാവാം. കമ്പനി മറ്റുള്ള എൻ്റർപ്രൈസസിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ കൊടുക്കുന്ന ലോൺസ് കമ്പനിക്ക് സെറ്റിൽ ചെയ്ത് കിട്ടുന്നത് ആഫ്റ്റർ 1 year, ദാറ്റ് ഈസ് 12 months. 12 monthsന് ശേഷമാണ് ആ ലോൺ കമ്പനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. കൊടുത്ത ലോണ് കമ്പനിക്ക് തിരിച്ചു കിട്ടുന്നത് 12 മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ കറണ്ട് അസറ്റ്സിലെ ലോണിൽ കാറ്റഗറൈസ് ചെയ്യേണ്ടത്, അതായത് ഫിനാൻഷ്യൽ അസറ്റിൽ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ആണെങ്കിൽ ഇവിടെ വരില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് ഇതിൻ്റെ നേച്ചറിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ട്രേഡ് റെസീവബിൾസിൻ്റെയും ലോൺസിൻ്റെയും. മനസ്സിലായോ? ഇനി ഫിനാൻഷ്യൽ അസറ്റ്സിൽ
ഈ 3 ക്ലാസിഫിക്കേഷനിലും ഇൻവെസ്റ്റ്മെന്റും ട്രേഡ് റിസീവബിൾസും ലോൺസിലും വരാത്തതാണ് എവിടെ വരിക, അതേഴ്സിൽ വരുന്നത്. അതർ ഫിനാൻഷ്യൽ അസറ്റ്സിൽ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ദെൻ അതിനുശേഷം അടുത്തത് നോൺ കറണ്ട് അസറ്റിൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ടെങ്കിൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഹെഡുകളിൽ മുമ്പിൽ ഏതിലും പെടാത്ത നോൺ കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ അതർ നോൺ കറണ്ട് അസറ്റ്സിന്റെ കാറ്റഗറൈസേഷനിലേക്ക് കൊണ്ടുവരിക. അതർ നോൺ കറണ്ട് അസറ്റിൽ മെയിൻ ആയിട്ട് വരുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ അഡ്വാൻസസ് ഒക്കെയാണ്. കമ്പനി ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ക്യാപിറ്റൽ അഡ്വാൻസസ് ഒക്കെ അതർ നോൺ കറണ്ട് അസറ്റ്സിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സെക്ഷൻ്റെ അണ്ടറിൽ കൊണ്ടുവരിക. സോ അസറ്റ്സിന് നോൺ കറണ്ട് അസറ്റ്സ് ആയിട്ട് ആദ്യ ക്ലാസിഫിക്കേഷൻ നോൺ കറണ്ട് അസറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, ഗുഡ് വിൽ, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെന്റ്, ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയറർ പ്ലാൻ. ഫിനാൻഷ്യൽ അസറ്റിൽ 4 ക്ലാസിഫിക്കേഷൻ, സബ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദെൻ ഡിഫേർഡ് ടാക്സ് അസറ്റ്സ്, അതർ നോൺ കറണ്ട് അസറ്റ്സ്. ഇനി അതർ നോൺ കറണ്ട് അസറ്റ്സ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി കറണ്ട് അസറ്റ്സ്. ആദ്യം നോൺ കറണ്ട് അസറ്റ്സ്, ഇനി എന്താണ് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസ്, അതുപോലെ ഫിനാൻഷ്യൽ അസറ്റ്സ്, കറണ്ട് ടാക്സ് അസറ്റ്, അതർ കറണ്ട് അസറ്റ് ആയിട്ടാണ് സബ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ ഇൻവെൻട്രീസ്, കമ്പനീൻ്റെ കയ്യിലുള്ള വേരിയസ് സ്റ്റോക്ക് ആണ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അതൊന്നില്ലെങ്കിൽ എന്താവാം, ഫിനിഷ്ഡ് സ്റ്റോക്ക് ആവാം അല്ലേ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സുകളാവാം, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആവാം, വേരിയസ് ഫോംസ് ഉണ്ട്, ലൂസ് ടൂൾസ് ആവാം, അങ്ങനെയുള്ള ഇൻവെൻട്രീസ്. ഓക്കെ, അങ്ങനെ ഇൻവെൻട്രീസ് ഉണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് സെക്ഷൻ, ഇൻവെൻട്രീസ്. ദെൻ ഫിനാൻഷ്യൽ അസറ്റ്, ഷോർട്ട് ടേം ആയിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതിനർത്ഥം ഇൻവെസ്റ്റ്മെന്റ്സ് ഹെൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 ഇയർ, വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നടത്തുകയാണെന്നുണ്ടെങ്കിലാണ് ഫിനാൻഷ്യൽ അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്, കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, പക്ഷെ അത് ഹെൽഡ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വിത്തിൻ 1 ഇയർ ആണ്. വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യാം. അതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ സെയിൽ ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ്, എന്നിട്ട് നമുക്ക് അതിന് ക്യാഷ് ജനറേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ കമ്പനി എന്ത് ചെയ്യണം, അതിനെ റിയലൈസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ കമ്പനീൻ്റെ പർപ്പസ് പ്രകാരം കമ്പനി ഹെൽഡ് ചെയ്യുന്നത് വിത്തിൻ 1 ഇയർ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് അണ്ടർ ഫിനാൻഷ്യൽ അസറ്റ്, കറണ്ട് ഫിനാൻഷ്യൽ അസറ്റിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടേം ആണോ അല്ലെങ്കിൽ ലോങ് ടേം ആണോ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകണം. ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിലാണ് അവിടെ കൊണ്ടുവരേണ്ടത്, കറണ്ട് അസറ്റ്സിൽ കൊണ്ടുവരേണ്ടത്. ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ നേരെ നോൺ കറണ്ട് അസറ്റിലേക്ക്, അവിടുത്തെ ഫിനാൻഷ്യൽ അസറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നേരെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അതുപോലെ ട്രേഡ് റിസീവേഴ്സ് ഉണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സിൽ, ട്രേഡ് റിസീവേഴ്സ്. അപ്പോൾ ഈ ഹെഡിൻ്റെ അണ്ടറിലാണ് ഇത്രയും വരുന്നത്, ഈ ഓരോ സബ് ഹെഡും വരുന്നത് ട്രേഡ് റിസീവേഴ്സ്. അപ്പോൾ കമ്പനി കസ്റ്റമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. കസ്റ്റമേഴ്സ് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് അലോ ചെയ്ത പീരീഡ് എന്ന് പറയുന്നത് വിത്തിൻ 1 ഇയർ ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ ട്രേഡ് റിസീവേഴ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റ് ഷോർട്ട് ടേം, ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സിൽ ട്രേഡ് റിസീവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, വിത്തിൻ 1 ഇയറിൽ കമ്പനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം ട്രേഡ് റിസീവേഴ്സ്. ദെൻ അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, വേരിയസ് ആയിട്ടുള്ള ക്യാഷും ക്യാഷ് ഇക്വാലൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഒക്കെയാണ് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് കാണിക്കുന്നു. ഇനി ബാങ്ക് ബാലൻസ് അതർ ദാൻ ദ എബോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് 4th സെക്ഷനിൽ കാണിക്കുക. അതേപോലെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ടേം ലോൺസ്, പുറത്തേക്ക് മറ്റുള്ള കമ്പനീസിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ടേം ലോൺസ് ആണ് ലോൺസിൽ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലും ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് അതേഴ്സിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അത് നെക്സ്റ്റ് വൺ കറണ്ട് ടാക്സ് അസറ്റ്. ഇപ്പോൾ ഇൻവെൻട്രീസ്, ഫിനാൻഷ്യൽ അസറ്റ്, നെക്സ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് കറണ്ട് ടാക്സ് അസറ്റ്. കറണ്ട് ടാക്സ് അസറ്റ് ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും അതർ കറണ്ട് അസറ്റ്സ് പറയാന്നുണ്ടെങ്കിൽ, ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതാണ് ലാസ്റ്റ് ഡി സെക്ഷനിൽ അതർ കറണ്ട് അസറ്റ്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ടോട്ടൽ ചെയ്യുന്നു, അസറ്റ് സൈഡിന് ടോട്ടൽ ചെയ്യുന്നു. നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആയി കിട്ടിയാൽ ടാലി ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കറക്റ്റായി. അപ്പോൾ ഇതിൽ ഓരോ ഐറ്റംസും എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഓരോ ഐറ്റത്തിൻ്റെ അണ്ടറിലും ഏതൊക്കെ ഐറ്റംസ് ആണ് വരിക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും, ഈ ഐറ്റംസിൽ ഏതെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, ഏതൊക്കെയാണ് ഐറ്റംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. ഇത് പ്രകാരമായിരിക്കും നമ്മൾ പ്രോബ്ലമിന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അഗെയിൻ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് വെർട്ടിക്കൽ ഫോമിലാണ്, ഹൊറിസോണ്ടൽ ഫോമിൽ അല്ല.
ലാബിലിറ്റി സൈഡിനെ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അവിടെ ആദ്യം ഇക്വിറ്റി റെക്കോർഡ് ചെയ്യുന്നു, അതിനുശേഷം ലാബിലിറ്റീസ് ആണ്. ലാബിലിറ്റീസിന് തന്നെ നോൺ കറണ്ട് ലാബിലിറ്റീസും കറണ്ട് ലാബിലിറ്റീസ് എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അണ്ടറിൽ കുറേ ഐറ്റംസ് വരുന്നുണ്ട്, ഒരുപാട് ഹെഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അസറ്റ്സിന് നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സും. നമുക്കിനി ഇതിൻ്റെ ഒപ്പം തന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കണം. നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കിയിട്ട് നോട്ട് നമ്പറുകളും ഈ ഒരു കോളത്തിൽ എഴുതി പോകേണ്ടതാണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് ക്ലിയർ ആക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.